ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിനെ ഇന്ന് പകൽ ഹൃദയം തുറന്നുയർത്തുവാൻ കഴിയുമെങ്കിൽ എല്ലാ മടികളും മറന്ന്, എല്ലാ ക്ഷീണങ്ങളും മറന്ന്, എല്ലാ ചിന്താകുലങ്ങളും മറന്ന്, എല്ലാ ആകുലതകളും മറന്ന് ഹൃദയം തുറന്നു നന്ദി പറഞ്ഞ് അന്യഭാഷയിൽ കർത്താവിനെ നന്ദി പറയാൻ കഴിയുന്നവരുണ്ടെങ്കിൽ അന്യഭാഷകളിൽ കർത്താവിനെ സ്തുതിച്ചാട്ടെ. വായ്കൾ തുറന്ന് ഈ ഹോൾ മുഴുവൻ ദൈവശക്തി കൊണ്ട് നിറയട്ടെ. ദൈവ സാന്നിധ്യത്താൽ ഈ ഹോൾ നിറയട്ടെ. റഥോനിയ റെഖെമേനി ഹഥോനിയ ഷധേനെ വേദനാദി അർത്ഥൽ പ്രഭനാദന ഷധാന. കൃപ പ്രാപിച്ച ദൈവമക്കളുണ്ട്. അല്പനിമിഷം അന്യഭാഷകളിൽ റെഖെനിയ ധാന ഷധോനോ ഹോ യേശു മാത്രം, യേശു മാത്രം സ്തുതികൾക്ക് യോഗ്യൻ. വേറെയൊന്നും എൻ്റെ പ്രിയനെ പോൽ യോഗ്യമല്ലേ. യേശു മാത്രം, യേശു മാത്രം സ്തുതികൾക്ക് യോഗ്യൻ. പറഞ്ഞ വേറെയൊന്നും എൻ്റെ പ്രിയനെ പോൽ യോഗ്യമല്ലേ. യേശുവേ പോലെ ആരും ഇല്ല, എൻ്റെ പ്രിയനെ പോലാരും ഇല്ല. യേശുവേ പോലെ ആരും ഇല്ല, എൻ്റെ പ്രിയനെ പോലാരും. ചേർന്ന് പറഞ്ഞ യേശു മാത്രം, യേശു മാത്രം. ശബ്ദമുയർത്തി യേശു മാത്രം സ്തുതികൾക്ക് യോഗ്യൻ. വേറെയൊന്നും എൻ്റെ പ്രിയനെ പോൽ യോഗ്യമല്ലേ. യേശു പോലെ, യേശുവേ. സഭയുടെ ശബ്ദം ഉയർത്തി പറഞ്ഞ് എൻ്റെ പ്രിയനെ പോലെ, എൻ്റെ പ്രിയനെ യേശു പോലെ. യേശുവേ പോലെ ആരും ഇല്ല. ശബ്ദമുയർത്തി എൻ്റെ പ്രിയനെ ആരും ഇല്ല. കരങ്ങളെല്ലാം ഉയർത്തി, ശബ്ദമുയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. എൻ്റെ യേശുവിന് മഹത്വം, എൻ്റെ പ്രാണപ്രിയന് വന്ദനം. എൻ്റെ യേശുവിന്, എൻ്റെ യേശുവിന് മഹത്വം. ഓ എൻ്റെ പ്രാണപ്രിയന് വന്ദനം. ഒരിക്കൽ കൂടെ ചേർന്ന് പാടാം. യേശു മാത്രം, യേശു ശബ്ദമുയർത്തി യേശു മാത്രം സ്തുതികൾക്ക് യോഗ്യൻ. വേറെയൊന്നും എൻ്റെ പ്രിയനെ പോൽ യോഗ്യൻ.
അനുഭവത്തിൽ നിന്ന് യേശുവെ നോക്കി ഉറപ്പോടെ എത്ര പേർക്ക് ഈ വാക്ക് പറയാൻ കഴിയും? യേശുവിനെ പോലെ യോഗ്യനായ, യേശുവിനെ പോലെ ആരാധന, യേശുവിനെ പോലെ സർവജ്ഞാനിയായി ഇന്നു പകൽ ആരുമില്ലെന്ന് ഹൃദയത്തിന്റെ ആഴത്തിൽ വിശ്വസിക്കുന്നവർ ശബ്ദമുയർത്തി, അക്ഷരങ്ങളെല്ലാം ഉയർത്തി ചേർന്ന് ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, ഓ എന്റെ യേശുവിന് മഹത്വം, എന്റെ പ്രാണപ്രിയന് വന്ദനം, എന്റെ യേശുവിന് മഹത്വം, ഓ എന്റെ പ്രാണപ്രിയന് വന്ദനം. ഒരിക്കൽ കൂടെ യേശു മാത്രം, യേശു ശാന്തമായി സ്തുതികൾക്ക് വേറെ ആരും വേറെ ഒന്നും എന്റെ എന്റെ പ്രിയ യേശുവേ പോലെ ആരും ഇല്ല, എന്റെ പ്രിയനെ. ശബ്ദമുയർത്തി, എത്രത്തോളം ശബ്ദമുയർത്തി, ശബ്ദമുയർത്തി എന്റെ പ്രാണപ്രിയന് വന്ദനം, എന്റെ യേശുവിന് മഹത്വം, എന്റെ പ്രാണപ്രിയന് വന്ദനം. ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകയില്ല, എന്റെ യേശു എത്ര നല്ലവൻ. ഒരു നാളും മറക്കുകയില്ല, എന്റെ യേശു എത്ര നല്ലവൻ. പറഞ്ഞെന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ എന്റെ ആവശ്യങ്ങൾ ആകാശത്തിൽ കിളിവാതിൽ തുറന്ന് എന്റെ ആവശ്യങ്ങളറിഞ്ഞ ആകാശത്തിൽ കിളിവാതിൽ തുറന്ന്
സമൃദ്ധിയായി എന്റെ യേശു എത്ര നിറവ് പ്രാപിച്ചവർ, ആ ദൈവിക സമൃദ്ധി ജീവിതത്തിൽ അനുഭവിച്ചവർ പറഞ്ഞേ, സമൃദ്ധി നൽകിയിടുന്ന എന്റെ യേശു എത്ര നല്ലവൻ. രോഗശൈലി ശോകവേളയിൽ ആശ്വാസമൻ, രോഗശയ്യയിൽ എനിക്കു വൈദ്യൻ. ശോകവേളയിൽ ആശ്വാസമൻ, കൊടും വെയിലാതിൽ യേശു മാത്രമേ, യേശു മാത്രമേ, യേശു യേശു മാത്രമേ, ശബ്ദമുയർത്തി യേശു മാത്രമേ, യേശു ആ വരികൾ പറഞ്ഞ യേശു മാത്രമേ, യേശു മാത്രമേ, യേശു മാത്രമേ, ആ വരികൾ പറഞ്ഞ യേശു മാത്രമേ, യേശു ഇന്ന് പകൽ ഈ ദേശത്തിൽ ഉയരട്ടെ, അവന്റെ നാമം ഇന്ന് പകൽ ഈ ദേശത്തിൽ ഉയരട്ടെ. ആത്മസഖി എന്റെ യേശുവേ, എന്റെ ജീവനേ, എന്റെ ആശയേ, നീ ഒന്നു മാത്രമേ, എന്റെ യേശുവേ, എന്റെ ജീവനേ, എന്റെ ഇന്ന് പകൽ ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, ഞങ്ങൾക്ക് ഉയർത്തുവാൻ, ഞങ്ങൾക്ക് പ്രശംസിപ്പാൻ, ഞങ്ങൾക്ക് പുകഴുവാൻ, ഞങ്ങൾക്ക് ചാരുവാൻ, ഞങ്ങൾക്ക് ആശ്രയിപ്പാൻ, ഞങ്ങൾക്ക് എല്ലാം തുറന്നു പറയുന്നു. കഴിവുള്ള കരുത്തുള്ള ഒരുവനെ ഉലകത്തിലുള്ളൂ, അവന്റെ പേര് യേശു. അവനാണ് ഇന്ന് പകൽ ഞങ്ങളെ നടത്തിയത്, അവനാണ് ഞങ്ങളുടെ കൈ പിടിച്ച് ഇന്ന് പകൽ വീഴാതെ നടത്തിയത്. ഇന്ന് പകൽ ഹൃദയത്തിന്റെ ആഴത്തിൽ വിശ്വസിക്കുന്ന ദൈവജനം അക്കരങ്ങളെ ഒന്ന് തട്ടി, നാവുകൾ ചലിപ്പിച്ച് അല്പനിമിഷം വായ്കൾ തുറന്ന് യേശു മാത്രമേ, യേശു എന്റെ യേശുവേ, എന്റെ ജീവനേ, എന്റെ ഒന്നു മാത്രം, എന്റെ യേശുവേ, എന്റെ എന്റെ ആശയേ, എന്റെ
കരങ്ങൾ തട്ടി കർത്താവിനെ അല്പ നിമിഷം മഹത്വപ്പെടുത്തുക. ഒരു കരങ്ങളിൽ ചേർത്തടിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനോട് സംസാരിച്ച ചില വാക്കുകൾ, ദൈവാത്മാവ് തരുന്ന വാക്കുകളും പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ സംസാരിക്കുന്ന ഗാനങ്ങളുമാണ് ഞാൻ പാടുന്നതും സംസാരിക്കുകയും ചെയ്യുന്നത്. ഒത്തിരി പാട്ടുകൾ എനിക്കറിയാം, പുതിയ പാട്ടുകൾ അറിയാം. പക്ഷേ എൻ്റെ ഹൃദയത്തിൽ ഏറ്റവും സ്പർശിച്ച വരികളാണ് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പാടുന്നത്. പല വേദികളിലും പരിശുദ്ധാത്മാവ് എന്നെ പറയാൻ നിർബന്ധിച്ച വാക്കുകൾ. നമ്മളെല്ലാം വളരെ തിരക്കിട്ടുള്ളൊരു യാത്രയിലാണ്, വളരെ തിരക്കിട്ടുള്ള യാത്രയിൽ. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ നമ്മളെ നമ്മുടെ കുടുംബത്തിന് വേണ്ടി കരുതാൻ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതാൻ നെട്ടോട്ടം ഓടുക. വാഹനം എടുത്ത് റോട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒത്തിരി ആളുകളെ കാണാം. എല്ലാവരും പോകുന്ന ചുമ്മാ ഇരിക്കാനല്ല, ആവശ്യങ്ങൾക്ക് വേണ്ടി, ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ വേണ്ടി ആയിരിക്കാം നെട്ടോട്ടം ഓടുന്നത്. ഇങ്ങനെ ഓടിയൊരു സമയം എനിക്കും ഉണ്ടായിരുന്നു. എനിക്ക് വേണ്ടി കരുതാൻ, എൻ്റെ കുടുംബത്തിന് വേണ്ടി കരുതാൻ. പക്ഷെ ദൈവം എന്നോട് പറഞ്ഞു, മോനെ, നീ നിനക്ക് വേണ്ടി കരുതാൻ നെട്ടോട്ടം ഓടുമ്പോൾ നീ എപ്പോഴേലും എൻ്റെ കരുതൽ അനുഭവിക്കുവാൻ നീ ഒരു നിമിഷം മാറിയിരുന്നിട്ടുണ്ടോ? ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടതെല്ലാം കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഞാനിത് പറഞ്ഞത്രവർക്കും മനസ്സിലാകുമെന്ന് എനിക്കറിയത്തില്ല. കർത്താവിൻ്റെ കരുതൽ അത് വലുതാണ് പ്രിയരെ. കർത്താവിൻ്റെ കരുതൽ അത് വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കുവാൻ കഴിയുന്നതല്ല. എന്നെക്കാളും പ്രായവും പക്വതയുള്ള ഒത്തിരി ദൈവദാസന്മാർ ഇവിടെ ഉണ്ട്. അവർക്കറിയാം ദൈവത്തിൻ്റെ കരുതൽ എന്താണെന്ന്. ഇന്ന് പകൽ ദൈവം ഈ സഭയോട് ചോദിക്കുകയാണ്, ഒരു നിമിഷം മാറിയിരുന്ന് എൻ്റെ കരുതലൊന്ന് അനുഭവിക്കുവാൻ കഴിയുമോ? ഇന്ന് പകൽ നിന്റെ ബിസി ലൈഫ് ഒന്ന് മാറ്റിവെച്ച്, നിന്റെ തിരക്കിട്ട ആ ജീവിത അനുഭവങ്ങളൊന്ന് മാറ്റിവെച്ച് ഒരു നിമിഷം, ഒരു സെക്കൻഡ്, യേശുവേ, നീ എനിക്ക് ഒരുക്കി വെച്ചിട്ടുള്ള ആ കരുതൽ ഇന്ന് പകൽ എനിക്ക് അനുഭവിക്കണം. എത്ര ആഗ്രഹിക്കുന്നവർ മാത്രം ആ കരങ്ങൾ ഉയർത്തി, കരങ്ങൾ ഉയർത്തി, കരങ്ങൾ ഉയർത്തി. ഇന്ന് ഈ ചർച്ച നിൽക്കുമ്പോൾ ഹൃദയത്തിൽ എനിക്ക് ഒത്തിരി വേദനയുണ്ട്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ലോഡ്സ്നച്ചാന് ഇന്ന് ചർച്ചിൽ ഇവിടെ ഇല്ലെങ്കിലും ലൈവിലൂടെ അദ്ദേഹം ഈ ആരാധന വീക്ഷിക്കുന്നു. എന്നെ ഏറ്റവും കൂടുതൽ എന്നെ ശുശ്രൂഷയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുകയും എൻ്റെ ഒരു മെൻറ്റർ അല്ലെങ്കിൽ ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്നൊക്കെ എനിക്ക് പറയാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹം ഇന്നലെ വരെ ശുശ്രൂഷിച്ചതിനേക്കാൾ അധികമായി വലിയൊരു ശുശ്രൂഷയും അദ്ദേഹം പുറത്തു വരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയാണ് അദ്ദേഹത്തെ പിന്നെയും ധൈര്യവും ബലവും നൽകുന്നത്. ഇന്നലെ അദ്ദേഹത്തെ കണ്ടു ഒരുമിച്ച് ഭയങ്കര രസകരമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ പോയിരുന്ന് പ്രിയ ദേവദാസനുമായിട്ടുള്ള സംസാരവും പ്രാർത്ഥനയും ആരാധനയൊക്കെ ഭയങ്കര എൻ്റെ ജീവിതത്തിൽ വലിയ ബ്ലെസ്സിങ് ആയിരുന്നു. ഞാൻ വിശ്വസിക്കുന്നു ഒരു പ്രാർത്ഥനയും വൃഥാവായി തീരത്തില്ല. എൻ്റെ പപ്പ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണ്. വലിയ കൺവെൻഷൻ പ്രാസിംഗനോ പ്രവാചകനോ ഒന്നുമില്ല. എൻ്റെ പപ്പയ്ക്ക് അത് ആഗ്രഹം വലിയൊന്നുമില്ല. പപ്പ ഞാൻ എപ്പോൾ നോക്കുമ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി കിടക്കുമ്പോഴും അപ്പയുടെ പ്രാർത്ഥനയാണ് ഞാൻ കേൾക്കുകയും ഉറങ്ങാൻ നേരത്ത് കേൾക്കുകയും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും എല്ലാം കേൾക്കുന്നത്. ഞാനൊരു കാര്യം പറയാം, വചനം പറയുന്നു, നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേലെറിയുക, ഏറിയ നാൾ കഴിഞ്ഞ് തിരികെ ലഭിക്കുമെങ്കിൽ ഇന്ന് പകൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സകല വിഷയത്തിനകത്തും കർത്താവിൻ്റെ വലിയ വിടുതലായിരിക്കാൻ പറയാം. ചേർന്നൊരിക്കൽ കൂടെ ആമേൻ പറയാം. ഒരുമിച്ച് കരങ്ങൾ ഉയർത്തി ശക്തിയോടെ, കരങ്ങൾ ഉയർത്തി ശക്തിയോടെ നമുക്ക് ഒരുമിച്ച് ഈ വരികൾ പാടി കർത്താവിനെ ആരാധിക്കാം. ആരും അലക്ഷ്യമായിരിക്കരുത്, ആരും കണ്ണുകളൊന്നും തുറന്നിരിക്കരുത്. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിങ്ങളോട് സംസാരിക്കും. പാട്ടിലൂടെ ഇന്ന് പകൽ നിങ്ങളോട് സംസാരിക്കും. ഞാൻ ഈ പാട്ട് നിങ്ങളെല്ലാം കേൾക്കുന്നൊരു പാട്ട്, എന്നയോടോ എന്നെ നടത്തി. നിങ്ങൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ഞാൻ ഒത്തിരി വേദികളിലൊക്കെ പാടിയിട്ടുണ്ട് ആ പാട്ട്. പക്ഷേ ഒരു കുഞ്ഞു പൈതലിൻ്റെ യഥാർത്ഥ അനുഭവവുമായി ബന്ധപ്പെട്ട് ഞാൻ ആ പാട്ട് പാടിയപ്പോൾ ഞാൻ പാടുന്ന വരികൾക്ക്, പാടുന്ന വേദികളിലെല്ലാം എനിക്ക് നിറകണ്ണുകളോടെ ആ വരികൾ പാടാനേ കഴിഞ്ഞിട്ടുള്ളൂ. എൻ്റെ മമ്മിയുടെ അനിയൻ്റെ മോനുണ്ട്. എൻ്റെ മമ്മിയുടെ അനിയൻ്റെ 4ാമത്തെ മോൻ ആശിഷ് പ്രസവ സമയത്തുണ്ടായ വീഴ്ചയിൽ എഴുന്നേൽക്കാനൊന്നും കഴിയാതെ, പ്രസവ സമയത്തുള്ള വീഴ്ചയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകമായൊരു സാഹചര്യത്തിൽ ഓപ്പറേഷൻ ചെയ്യേണ്ടതിന് പകരം അവർ പ്രസവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. കുഞ്ഞിനെ വലിച്ചെടുത്തു. നരമ്പെങ്ങാണ്ട് വ്യത്യാസത്തിൽ തെറ്റിപ്പോയി. കുഞ്ഞ് എഴുന്നേൽക്കാൻ കഴിയാതെ, സംസാരിക്കാൻ കഴിയാതെ 7 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം ഞാൻ പറഞ്ഞു. 7-8 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം പറയുന്നത്. 10 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം, 10 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം. എഴുന്നേൽക്കാൻ കഴിയാതെ
സംസാരിക്കാൻ കഴിയാതെ അവൻ്റെ വളർച്ച വളർന്നു വന്നു. അവൻ ഏകദേശം നടക്കുന്ന സമയപ്പോഴേക്കൊക്കെയാണ് നമുക്ക് മനസ്സിൽ നടക്കാൻ കഴിയത്തില്ലാത്തൊരു സാഹചര്യമാണെന്നും സംസാരിക്കാൻ കഴിയത്തില്ലെന്നും നമുക്ക് മനസ്സിലായത്. ഒരു ദിവസം ഞങ്ങൾ വയനാട് മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പാലക്കാട് തറവാട്ടിൽ, എൻ്റെ കൂടെ വേറെ കുറേ സഹോദരങ്ങളുണ്ടായിരുന്നു, ഞങ്ങളവിടെ ചെന്നു. അപ്പോൾ തറവാട്ടിൽ ഒന്ന് ചെന്ന് വിശ്രമിച്ചതിന് ശേഷം പിന്നെ വയനാട്ടിലേക്ക് പോകാമെന്ന് കരുതി ഞങ്ങൾ തറവാട്ടിൽ ചെന്നു. എൻ്റെ ജീവിതത്തെ ഭയങ്കരമായിട്ട് മാറ്റിമറിച്ചൊരു അനുഭവമാണ്. അത് പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാം. ഞാൻ ചെന്നു, ആശിഷ് അവിടെ ഉണ്ട്. അന്ന് അവന് എഴുന്നേറ്റ് കസേരയിലിരിക്കും, ആരുടെയൊക്കെ സഹായം വേണം എഴുന്നേറ്റൊന്ന് ഇരിക്കാൻ വേണ്ടിയൊക്കെ. അവൻ്റെ പ്രായത്തിലുള്ള ഒത്തിരി കുഞ്ഞുങ്ങളെല്ലാം ഓടിച്ചാടി നടക്കുന്നുണ്ട്. അവന് ആഗ്രഹമുണ്ട്, ഓടണമെന്നും ചാടണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കാൻ കഴിയത്തില്ല. അവൻ ഇരിക്കുകയാണ്, കിടക്കുവാണ്. പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് കാണുന്ന മറ്റിതര സിനിമാ ഗാനങ്ങളെക്കാളൊക്കെ ഇഷ്ടമാണ് യേശുവിൻ്റെ ഗാനങ്ങൾ, ഭയങ്കര ഇഷ്ടമാണ്. ഞാനവിടെ ചെന്നു, ശബ്ദം തിരിച്ചറിഞ്ഞു. അവൻ എന്തൊക്കെയോ ശബ്ദം ഉണ്ടാക്കി എന്നെ അകത്തോട്ട് വിളിച്ചു. ഞാൻ ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബനങ്ങളൊക്കെ നൽകി. സഹോദരന്മാരുമായിട്ടുള്ള ബന്ധത്തിൽ അവന് കുറച്ച് നേരം അവൻ്റെ കൂടെ ഇരുന്ന് ഞാൻ സ്പെൻഡ് ചെയ്തു. ഞാൻ ഈ പാട്ട് പാടാൻ പോകുന്ന ആളെന്നറിയാവുന്നതുകൊണ്ട് എന്നോട് പറഞ്ഞു, അച്ചാച്ച ഒരു പാട്ടൊക്കെ ഒന്ന് പാടിത്തരണമെന്ന്. അവൻ്റെ ഭാഷയിൽ അവൻ സംസാരിച്ചു. അത് അവന് മാത്രം മനസ്സിലാകും. അവനെ ഏറ്റവും സ്നേഹിക്കുന്ന അവൻ്റെ അപ്പനും അമ്മയ്ക്കും പിന്നെ അടുത്ത സഹോദരങ്ങൾക്ക് അവന് മനസ്സിലാവും. ഞാനൊരു പാട്ട് പാടുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു, മോനെ നീ എന്നെക്കാളും നന്നായിട്ട് പാടും, മോനൊരു പാട്ട് പാടാൻ പറഞ്ഞു. ഞാൻ അവൻ്റെ സിറ്റുവേഷൻ പറഞ്ഞു. എഴുന്നേക്കാൻ പറ്റത്തില്ല, സംസാരിക്കാൻ കഴിയത്തില്ല, വായിന്നിങ്ങനെ ഈള വന്നുകൊണ്ടിരിക്കുമ്പോഴും. പക്ഷേ ഞങ്ങളെ മുഴുവൻ, ഞങ്ങളുടെ ഹൃദയത്തെ വേദനിപ്പിച്ച് അവൻ പാടിത്തുടങ്ങിയ വരികൾ എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. അവൻ ഒത്തിരി പാട്ടുകൾ ചൂസ് ചെയ്യാം, ഒത്തിരി പാട്ടുകൾ അവൻ ചൂസ് ചെയ്യാം, ഏത് പാട്ട് വേണമെങ്കിൽ അവൻ എടുക്കാം. പക്ഷെ അവൻ പാടിയ വരി എന്നറിയോ? രോഗശൈലിക്ക് വൈദ്യൻ, ശോകവേളയിൽ അവൻ ആശ്വാസകൻ, കൊടുംവെയിലതിൽ തണലും അവൻ, എൻ്റെ യേശു എത്ര നല്ലവൻ. നിങ്ങളുടെ പ്രശ്ന സങ്കീർണമായ വേദനയിൽ നിങ്ങൾക്കത് പാടാൻ കഴിയുന്നുണ്ടോ? പലപ്പോഴും നമ്മുടെ പ്രശ്നത്തിൽ, നമ്മുടെ പ്രതികൂലത്തിൽ നമ്മൾ യേശുവിനെ കുറ്റം പറഞ്ഞിട്ടേ ഉള്ളൂ, പ്രാഗിയിട്ടേ ഉള്ളൂ. സാധ്യതകളൊന്നുമില്ല, നല്ല ആരോഗ്യമില്ല, നിങ്ങൾക്ക് നല്ല സൗന്ദര്യമില്ലേ, എല്ലാ സാധ്യതകളും അസ്തമിച്ച് ഇനി ഒരു സാധ്യതയുണ്ടോ എന്ന് ചിന്തിക്കുന്ന, ശരിക്കും പറഞ്ഞാൽ വലിയൊരു അറിവൊന്നും ഇല്ലാത്ത കുഞ്ഞു പാടി, ഏതാ രോഗശൈലിയിൽ എനിക്ക് വൈദ്യൻ. ഇന്ന് പകൽ ഹൃദയത്തിൽ കൈവച്ച് പറയാമോ, എൻ്റെ യേശു എന്നെ സൗഖ്യമാക്കിയില്ലേലും എനിക്ക് ആ യേശുവിനെ വേണമെന്ന്. എൻ്റെ ജീവിതത്തിൽ കടഭാരങ്ങളാണെങ്കിലും നിന്ദകളാണേലും എനിക്ക് ആ യേശുവിനെ വേണമെന്ന് ഇതുപോലെ ആഗ്രഹിക്കുന്നവരുണ്ടോ? അവർ മാത്രം ആ കരങ്ങളൊക്കെ ഉയർത്തി നിങ്ങളുടെ സൗന്ദര്യത്തെക്കാൾ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ വലിയ മഹിമയേക്കാൾ, നിങ്ങളുടെ പണത്തേക്കാൾ, നിങ്ങളുടെ പാരമ്പര്യത്തെക്കാൾ ഏറ്റവും അധികമായി നിങ്ങൾക്ക് യേശുവിനെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? പ്രിയരെ, നല്ല ആരോഗ്യമുള്ളപ്പോൾ നിങ്ങൾ യേശുവിനെ ആരാധിക്കണം. നല്ല ആരോഗ്യമുള്ളപ്പോൾ നിങ്ങൾ ചാടി കർത്താവിനെ മഹത്വപ്പെടുത്തണം. എല്ലാം നഷ്ടപ്പെട്ടിട്ടല്ല, ആരോഗ്യമുള്ളപ്പോൾ എല്ലാ കണ്ണുകളും അടച്ച്, രോഗശയ്യയിൽ എനിക്കു വൈദ്യൻ, ശോകവേളയിൽ ആശ്വാസകൻ. പറഞ്ഞേ രോഗശയ്യയിൽ ശോകവേളയിൽ ആശ്വാസകൻ, കൊടും വെയിലാതി തണലുമാവൻ, എൻ്റെ യേശു എത്ര നല്ലവൻ. കൊടും വെയിലാതി തണലുമാവൻ, എൻ്റെ യേശു എത്ര വല്ലഭൻ. പഠിയുന്നയോളം ഇന്നയോ എന്നെ നടത്തി, ഇന്നയോ ഇന്നയോളം എന്നെ പുലർത്തി, എൻ്റെ യേശു അവനെന്നുമെന്നും മതിയായവൻ, എൻ്റെ യേശു
വലിയതോ നോക്കും താങ്ങുവാൻ കഠിനമോ ഭാരം വലിയതോ നോക്കും താങ്ങുവാൻ കഠിനമോ ദൂഷിക്കുന്നോ താങ്ങും കരങ്ങളുണ്ട് നിന്റെ ഹൃദയം തകരുമ്പോ ശാശ്വത പാറയേശു പുതുജീവൻ പുതുജീവൻ പകർന്നിടും ഓ ശാശ്വത പാറയേശു പുതുജീവൻ ആ വരികൾ ഒരിക്കൽ കൂടെ ഭാരം വലിയതോ ഭാരം വലിയതോ വലിയതോ ഈ വരികൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില ഉള്ളങ്ങളിൽ പരിശുദ്ധാത്മാവ് സൗഖ്യത്തെ നൽകുകയാണ്. ചില വേദനകളെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് തുടച്ചു മാറ്റുകയാണ്. നിരാശകൾ ഇന്ന് പകൽ അപ്രത്യക്ഷമായി പോകട്ടെ, മാറിപ്പോകട്ടെ. മുഖം താങ്ങുവാൻ കഠിനമോ ദൂഷിക്കുന്നോ കരങ്ങളുണ്ട് നിന്റെ ഹൃദയം തകരുമ്പോ ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും ശാശ്വത പാറ ഓ ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും ശാശ്വത പാറ ഓ ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. കരങ്ങൾ ഉയർത്തി പറഞ്ഞ യേശു ഓ എന്റെ യേശു. കരങ്ങൾ ഉയർത്തി യേശു ഓ യേശു എന്റെ നടത്തിടുമേ ഓ കരങ്ങളാ എന്നെ ഒരു നിമിഷം എടുപ്പുകളെ വിട്ടും എഴുന്നേറ്റ് നിന്ന് നിങ്ങളുടെ ആരോഗ്യം നിങ്ങളെ എഴുന്നേൽപ്പിക്കുവാൻ അനുവദിക്കുന്നുവെങ്കിൽ ദൈവസ്ഥലത്ത് എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിയുന്നവരെല്ലാം ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഒരുമിച്ച് നമുക്ക് കർത്താവിനെ ആരാധിക്കുന്ന സമയത്ത് വേർതിരിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ പിതാവ് ഒരു ദേശീയാണ്. കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരു അഭിഷേകത്തിൻ്റെ മകനായി ജനിച്ചു വളരാനൊക്കെ ഭാഗ്യമൊരുക്കി. ശരിക്കും കഷ്ടതയും പട്ടിണിയൊക്കെ വളർന്നാണ് അനുഭവിച്ചാണ് ഞാൻ വളർന്നു വന്നത്. എൻ്റെ പപ്പനെ അറിയുന്ന ദേവദാസന്മാരോടുണ്ട്. ഞാനൊരിക്കലും ഇങ്ങനെ ഒരു വേദിയിൽ നിന്ന് പാടണമെന്നോ
പ്രത്യേകിച്ച് ഒരു പാസ്റ്ററിൻ്റെ മോനായതുകൊണ്ട് പാടണോ അല്ല യേശുവിനെ പറ്റി 2 വാക്ക് പറയണമെന്നൊന്നും ജീവിതത്തിൽ ആഗ്രഹിച്ച ഒരാളല്ല. ഞാൻ ഈ വാക്കുകൾ പറയുമ്പോൾ എൻ്റെ സെയിം പ്രായത്തിലുള്ള ഒരു യൗവനക്കാരനെ യേശു തൊടണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. കഷ്ടതകളും വേദനകളും നിരാശകളും ജീവിതത്തിൽ ശരിക്കും അനുഭവിച്ചു. പട്ടിണി എന്തെന്നറിയാത്ത സമയത്ത് അപ്പയുടെ അമ്മയുടെ കൂടെ പട്ടിണി കിടന്ന സമയമുണ്ട്. എനിക്കൊരു ചേട്ടനുണ്ട്. നല്ലൊരു ഡ്രസ്സ് ഇടാൻ കുതിച്ച സമയങ്ങളുണ്ട്. ക്ലാസ് മുറിയിൽ സ്കൂൾ പോകുന്ന സമയങ്ങളിലെല്ലാം നല്ലൊരു ഡ്രസ്സ് ഇടാൻ കുതിച്ചിട്ടുണ്ട്. നിങ്ങൾ ഓർക്കും ഞാൻ ഇല്ലായ്മകളൊക്കെ പറയാമെന്ന്. ഒരിക്കലും അങ്ങനെ കരുതരുത്. എൻ്റെ ഇല്ലായ്മയിൽ എന്നെ നടത്തിയ യേശുവിനെയാണ് ഇന്ന് പകൽ ഞാൻ ഉയർത്തുന്നത്. സ്കൂൾ മുറിയിൽ പോകുമ്പോൾ ഒരു ഉപദേശിയുടെ മോൻ എന്ന രീതിയിൽ കളിയാക്കൽ ഒരു സൈഡിൽ, വീട്ടിൽ വരുമ്പോൾ കറണ്ടും ഇല്ല വെളിച്ചവും ഇല്ല, ഒറ്റ മുറി പാസ്നേജ്, ആരെങ്കിലും വന്നാൽ ഇറങ്ങിക്കൊടുക്കണം. ചിലപ്പോൾ അന്നുള്ള ഫുഡ് പോലും ചിലപ്പോൾ ഒരു ഗസ്റ്റ് വന്നാൽ അവർക്കായിരിക്കും. ചിലപ്പോൾ വെള്ളം കുടിച്ച് അപ്പാടെ അമ്മയുടെ കിടന്ന ദിനരാത്രങ്ങൾ ഞാനൊന്ന് ഓർക്കുന്നുണ്ട്. അറിയാതെ ഞാനും എൻ്റെ ഏട്ടനും ഞങ്ങൾ തമ്മിൽ സംസാരിച്ച കാര്യമുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് ചിന്തിച്ച കാര്യമുണ്ട്. എൻ്റെ അപ്പനും അമ്മ യേശുവിനല്ലേ ഉയർത്തുന്നേ? ആ യേശു സത്യമാണോ? എൻ്റെ കൂടെ ഒത്തിരി കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ട്. ഹൈന്ദവരായിട്ടുള്ള മുസ്ലിംസിലായിട്ടുള്ള ഒത്തിരി കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ട്. അവർക്കില്ലാത്ത വേദനയും കഷ്ടതയും ജീവിതത്തിൽ വന്നപ്പോൾ ചോദ്യങ്ങൾ ഉയർന്നു വന്നു. അപ്പനോട് ചോദിച്ചില്ല, ഉള്ളിൻ്റെ ഉള്ളിൽ ഒതുക്കി വെച്ചു. അതൊരു പകയായി വിദ്വേഷമായി വളർന്നു വന്നു. എൻ്റെ +2 പഠനം പൂർത്തീകരിച്ചപ്പോൾ എൻ്റെ ഉള്ളിലൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ, പ്രിയരെ, ശരിക്കും പട്ടിണി അനുഭവിച്ചാൽ വളർന്നു വന്നത്. അതുകൊണ്ട് എങ്ങനെയാലും ഈ പട്ടിണിയൊക്കെ ഒന്ന് മാറ്റി എങ്ങനെ ഒരു ക്യാഷ് ഉണ്ടാക്കണം, ഒരു പണക്കാരനായിട്ട് മാറണം. അതിനുള്ള വഴികൾ, എളുപ്പവഴികളൊക്കെ കുഞ്ഞുനാൾ മുതൽ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിച്ചു. എൻ്റെ +2 പഠനം പൂർത്തീകരിച്ചപ്പോൾ അത്യാവശ്യം ഞാൻ ആ സമയങ്ങളിൽ ഞാൻ ട്രിവാൻഡ്രത്തായിരുന്നു. ഏകദേശം 45 വാടക വീടുകൾ ഞങ്ങൾ മാറി മാറി താമസിച്ചു. കാസർഗോഡ് മുതൽ ഇപ്പോൾ എൻ്റെ പപ്പ സഭാ ശുശ്രൂഷയിലായിരിക്കുന്ന കന്യാകുമാരിയില്ല, കേരളത്തിൻ്റെ അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം വരെ എല്ലാ ജില്ലകളിലും മാറി മാറി താമസിച്ചു. ഒത്തിരി അനുഭവങ്ങൾ ഓർക്കാനുണ്ട്. എൻ്റെ +2 പഠനമെല്ലാം, എൻ്റെ 10ാം ക്ലാസ് പഠനമെല്ലാം ട്രിവാൻഡ്രത്തായിരുന്നു. എൻ്റെ ട്രിവാൻഡ്രത്തെ എൻ്റെ +2 പഠനം പൂർത്തീകരിക്കുന്നതിന് മുമ്പായിട്ട് അത്യാവശ്യമായി ഡ്രോയിങ് ചെയ്യുമായിരുന്നു ഞാൻ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉത്തരാതിരുന്നാൾ മാർത്താണ്ഡവർമ്മ, പന്ന്യൻ രവീന്ദ്രൻ, മേയർ ജയൻ ബാബു, ഒത്തിരി പ്രമുഖ നേതാക്കന്മാരെന്നൊക്കെ അവാർഡുകൾ ലഭിച്ചു ചിത്രരചനയിൽ. ആ കഴിവുകൾ വെച്ച് ഞാൻ പപ്പ പറഞ്ഞു, പപ്പ എനിക്കിനി മുമ്പോട്ട് പഠിക്കാൻ വലിയ ആഗ്രഹമൊന്നുമില്ല. നമ്മുടെ സിറ്റുവേഷൻ ഇങ്ങനെയാണ്, വലിയ എഡ്യൂക്കേഷൻ നേടാൻ എന്നെ കൊണ്ട് പറ്റത്തുമില്ല. ഇതുമായി ബന്ധപ്പെട്ടെന്തെങ്കിലും ഒരു കോഴ്സ് ഉണ്ടെങ്കിൽ ഞാൻ പഠിച്ചോളാമെന്ന് പറഞ്ഞു. അങ്ങനെ പത്രത്തിൽ ഒരു പരസ്യം കണ്ട് അവേണ്ട അനിമ ഡിപ്ലോമ ഫിലിം മേക്കിംഗ് എന്ന് പറഞ്ഞൊരു കോഴ്സ് തിരഞ്ഞെടുത്തു. പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഒരു കോളേജിൽ പോയി അഡ്മിഷൻ എടുത്തു. എൻ്റെ പപ്പയുടെ മുഖത്ത് നോക്കുമ്പോൾ എനിക്കറിയാം എന്താണ് സിറ്റുവേഷൻ എന്ന് എനിക്കറിയാൻ പറ്റും. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, പപ്പ പ്രാർത്ഥിക്കുന്നൊരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് ഭാരങ്ങളും പ്രയാസങ്ങളൊക്കെ ഉള്ളപ്പോഴും അതെല്ലാം മാറ്റിവെച്ച് ദൈവത്തെ ഉയർത്തുന്ന ഒരു മനുഷ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടാൽ ഞാൻ വളർന്നേ. കോളേജിൽ അഡ്മിഷൻ കഴിഞ്ഞു, ഇറങ്ങി. ഞാൻ പപ്പ പറഞ്ഞു, പപ്പ ഇവിടെ പഠിക്കാനുള്ള വലിയ സാധ്യതകളൊന്നും എനിക്കില്ല. കാരണം നമ്മുടെ സഭ എന്ന് പറയുന്നത് ചെറിയ സഭയാണ്, 5-6 വിശ്വാസികൾ മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം എത്രയാണെന്ന് എനിക്കറിയാം. 4 പേരടങ്ങുന്ന ഒരു കുടുംബത്തിന് ഒരാഴ്ച പോലും ജീവിക്കാൻ കഴിയത്തില്ല. അത്രമാത്രം ഒരു ജീവിതാനുഭവം എൻ്റെ പിൽക്കാല അനുഭവങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട്. എന്തുമായിക്കൊള്ളട്ടെ, കോളേജ് പഠനം ആരംഭിച്ചു. കഷ്ടിച്ച് 1 മാസം 1-2 മാസം കോളേജിൽ പഠനം ആരംഭിച്ചു. അത് കഴിഞ്ഞ് എന്നെ പഠിപ്പിക്കുന്ന നജിമുദ്ദീൻ സാർ എന്നോടൊന്ന് പറഞ്ഞു, ജോയൽ, നീ നല്ല ടാലൻ്റ് ഉണ്ട്, നിനക്ക് നല്ല കഴിവുണ്ട്, പക്ഷേ എത്രയും പെട്ടെന്ന് ഫീസിൻ്റെ കാര്യം ക്രമീകരിച്ചില്ലെങ്കിൽ പഠിപ്പിക്കാൻ കഴിയത്തില്ല, കോളേജിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വരുമെന്ന് പറഞ്ഞു. യൗവനക്കാരികളായിട്ടുള്ള കുഞ്ഞുങ്ങൾക്കറിയാം കോളേജിലെ ആ ഒരു കാര്യത്തിൽ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ. അവസാനം എനിക്ക് ആ കോളേജിൻ്റെ ചവിട്ടുപടികൾ ഇറങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യം ജീവിതത്തിൽ കടന്നു വന്നു. ഹൃദയത്തിൽ വലിയൊരു ഭാരവുമായിട്ടാണ് ഞാൻ ഇറങ്ങിപ്പോകുന്നത്. കാരണം ഉള്ളിൽ വലിയ പ്രതീക്ഷകളുമായിട്ടാണ് ഞാൻ ആ കോളേജിൽ പഠനം ആരംഭിച്ചത്. എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും കണ്ണുനീരും കഷ്ടതകളും മാറ്റണം, ഒറ്റ ലക്ഷ്യം, അത് മാത്രമേ ഉള്ളൂ. പക്ഷേ പഠിക്കാൻ പറ്റാതെ കോളേജിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ചോദ്യം അത് തന്നെ കയറി വന്നു, ദൈവം ഉണ്ടോ എന്ന്, ദൈവം ജീവിച്ചിരിപ്പുണ്ടോ എന്നൊരു ചോദ്യം. ഇന്ന് പകൽ ആരൊക്കെയോ അങ്ങനെ ഒരു ചോദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ ഞാൻ ഉറപ്പ് നൽകാം, അങ്ങനെ ഉണ്ടോ, ഒരുവനുള്ളത് യേശു മാത്രം. ഞാനിത് പറഞ്ഞ് പൂർത്തീകരിക്കുമ്പോൾ
നിങ്ങൾക്ക് ആ യേശുവിൻ്റെ സ്നേഹത്തെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. കരങ്ങൾ ഉയർത്തി കർത്താവിന് ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞേ. കരങ്ങൾ വീശി കർത്താവിന് നന്ദി പറയാം. അവിടുന്ന് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ കോടതി ഇറങ്ങി പോകേണ്ട സാഹചര്യം വന്നു. കുഞ്ഞുങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചാട്ട് അവർ വന്നിരുന്നോളും, നോ പ്രോബ്ലം, നിങ്ങൾ അവരെ ശ്രദ്ധിക്കേ വേണ്ട, അവരിരുന്നോളും. നേരെ വീട്ടിലേക്ക് ചെന്നു. അപ്പോഴ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പെട്ടെന്ന് അകത്തുണ്ടായിരുന്ന ഒരു വലിയൊരു എന്നാ പറയുക, വാശി, ദേഷ്യം എന്നൊക്കെ വേണേൽ പറയാം. പെട്ടെന്ന് വീട് വിട്ടിറങ്ങേണ്ട ഒരു സാഹചര്യം ജീവിതത്തിൽ കടന്നു വന്നു. നീണ്ട 1.5 വർഷം പപ്പയും അമ്മയും മറന്നൊരു ജീവിതം ട്രിവാൻഡ്രം മണ്ണിൽ എനിക്കുണ്ട്. നിങ്ങളോർക്കും അഹങ്കാരമായിരിക്കും, നിങ്ങളോ ആണെന്നൊക്കെ. ഒരിക്കലും അല്ല. എങ്ങനെയും ഈ കോളേജ് പഠനം പൂർത്തീകരിക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിൽ വീട് വിട്ടിറങ്ങി. കുറച്ച് കൂട്ടുകാർ എന്നോട് പറഞ്ഞു, ജോയൽ വീട് വിട്ടിറങ്ങാൻ നിനക്ക് നല്ല കഴിവുണ്ട്, നമുക്ക് ഒരുമിച്ച് പ്രൊഡക്ഷൻ വർക്കൊക്കെ തുടങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെ വാക്ക് കേട്ട് വീട് വിട്ടിറങ്ങി. പ്രാർത്ഥിക്കുന്ന പപ്പ പറഞ്ഞു, മോനെ വീട് വിട്ട് പോരെന്ന് പറഞ്ഞു. ആ സമയത്തുണ്ടായ വലിയൊരു ആഗ്രഹമായിരുന്നു അത് നേടിയെടുക്കുക എന്നുള്ളത്. പപ്പയെ തള്ളി മാറ്റി ഞാൻ വീട് വിട്ടിറങ്ങി. ട്രിവാൻഡ്രം മണ്ണിൽ എൻ്റെ ഫീസ് അടയ്ക്കാൻ വേണ്ടി ഞാൻ ചെയ്യാത്ത ജോലികളൊന്നുമില്ല. ഹോട്ടൽ പണി തൊട്ട് എല്ലാ പണികളും ഞാൻ ചെയ്തു. പക്ഷേ എനിക്കതിനകത്ത് ഫീസ് ക്രമീകരിക്കാൻ കഴിയാതെ വന്നു. അവസാന കൂട്ടുകാരും സുഹൃത്തുക്കളുമായി ചേർന്ന് മറ്റുള്ള ഇതര പ്രവർത്തനങ്ങൾക്കകത്ത് മൂവ് ചെയ്തു. അവസാനം 1.5 വർഷം കഴിഞ്ഞ് എൻ്റെ പപ്പ എന്നെ കാണുന്നത് ഒരു മെൻ്റൽ പേഷ്യൻ്റായി, ആരാലും വെറുക്കപ്പെട്ട് തള്ളപ്പെട്ടവനായി. ഇനി ജീവിതം വേണ്ട എന്നൊരു നിലവാരത്തിലാണ് എന്നെ കാണുന്നത്. ഏകദേശം 3 മാസം ഊളംപാറയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സന്തോഷം എന്ന് പറയുന്ന ഡോക്ടറിൻ്റെ രഹസ്യമുറിയിൽ 3 മാസം ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വിധിക്കപ്പെട്ടു. ലോകത്തിലെ എന്തെല്ലാം മയക്കുമരുന്നുകൾ ജീവിതത്തിന് അനുഭവിക്കുവാൻ കഴിയുമെന്ന് ഞാൻ പച്ചയ്ക്ക് പറയുന്നൊരു കാര്യം. കാരണം എന്നെ ദൈവം നടത്തിയ വഴികളല്ല, അതെനിക്ക് എന്നെ വേറെ പറയാനുള്ളത്. ഇനി ഇതാര് വിമർശിച്ചാലും എനിക്ക് നോ പ്രോബ്ലം. എനിക്ക് എൻ്റെ യേശുവിനെ ഞാൻ അതിനകത്ത് ഉയർത്തുന്നത്. എൻ്റെ ശരീരത്തിൽ മുഴുവൻ കീറി മുറിച്ചൊരു അക്രമസക്തനായി. എന്നെ അറിയുന്നവർക്കെല്ലാം എന്നോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടായി. ഒരു സമയത്ത് ട്രിവാൻഡ്രം മണ്ണിൽ ജീവിച്ചു. ഒരു മെൻ്റൽ ഡിപ്രഷനായി ഒരുത്തനെ 3 മാസം ഒരു മുറിയിൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വിധിക്കപ്പെടുമ്പോൾ അവൻ്റെ സിറ്റുവേഷൻ നിങ്ങൾക്ക് ചിന്തിക്കാം. 45 വയസ്സുകാരനും 50 വയസ്സുകാരനും ഉപയോഗിച്ച് തീർക്കേണ്ട ലഹരി പദാർത്ഥങ്ങൾ ശരീരത്തിനകത്ത് ഉപയോഗിച്ച് മരണം മാത്രം നോക്കിയിരുന്ന എൻ്റെ ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷകളും കൈവിട്ടവനായി ഒരു ഇരുൾ നിറഞ്ഞ മുറിയിൽ എന്നെ അടച്ചിട്ടപ്പോൾ ഞാൻ കരുതി എൻ്റെ കൂടെ ജോയലെ വാ എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്തുക്കൾ കൂടെ വരുമെന്ന്. ഞാൻ വിചാരിച്ചു ഞാൻ എന്തൊക്കെയോ ആയി എന്നുള്ള തോന്നലുകൾ ഒത്തിരി ദൈവങ്ങളെ ഞാൻ അറിയാതെ വിളിച്ചു. എന്നെ നേടുമെന്നും അവരെന്നെ കണ്ടെത്തുമെന്നും അവരെന്നെ തിരിച്ചെടുക്കുമെന്നൊക്കെ ഞാൻ വിശ്വസിച്ചു. പക്ഷേ ഇരുൾ നിറഞ്ഞ മുറിയിൽ എല്ലാം അസ്തമിച്ചപ്പോൾ ആ ഇരുൾ നിറഞ്ഞ മുറിയിൽ ഞാൻ അനുഭവിക്കാത്ത, അന്ന് വരെ ഞാൻ അനുഭവിക്കാത്ത ഒരു യേശുവിൻ്റെ സ്നേഹം എന്നെ തേടി വരുവാടേ തുറന്നു. അതാ ഞാൻ പറഞ്ഞേ, യേശു കൊണ്ടൊന്ന് ആരെങ്കിലും ഒരു ചോദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു പ്രൂവ് നൽകുക, ഉറപ്പ് നൽകുക, ആ യേശു ഇന്നും ജീവിക്കുന്നുണ്ട്. കരങ്ങൾ ഉയർത്തി കർത്താവിന് നന്ദി പറയാം. ഞാൻ പല വേദികളിലും പറയുന്നൊരു കാര്യമുണ്ട്. എൻ്റെ അപ്പനും അമ്മയ്ക്കും നല്ല വീടോ കാറോ നല്ല വാഹനങ്ങളൊന്നും വാങ്ങിത്തരുവാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷെ അവർക്ക് നല്ലൊരു കാര്യം ചെയ്താൽ കഴിഞ്ഞു. അവരില്ലായ്മയിൽ, അവരെ ബലഹീനതയിൽ നല്ലൊരു യേശുവിനെ ഞങ്ങളുടെ ജീവിതത്തിൽ പരിചയപ്പെടുത്തി തന്നു. ഇന്നും സ്റ്റിൽ ഞാനിപ്പോഴും പറയുമ്പോഴും ഞാനൊരു കാര്യം പറയാം. സ്വന്തമായിട്ടൊരു വീടൊന്നും ഞങ്ങൾക്കില്ല, വാടക വീടുകൾ മാത്രമാണ്. അപ്പം കിടക്കുന്ന പാസനേജ് ഇല്ല, സ്വന്തം വീടില്ലേലും ഞങ്ങൾക്കൊരു കാര്യം ഉറപ്പുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് ഉയരത്തിൽ ഒരു ഭവനം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ആയിരിക്കുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ പറയാം, എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ പറയാം, ഞാനൊരു പെന്തക്കോസ് കുടുംബത്തിൽ ജനിച്ചു വളർന്നവനാണ്. ഒരു പാസ്റ്ററിൻ്റെ മോനാണ് ഞാൻ. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് യേശുവില്ലായിരുന്നു. എൻ്റെ പപ്പയും അമ്മയും കേട്ട് പറയുന്ന അന്യഭാഷ ഞാനും കേട്ട് പറയും, ജഡത്തിൽ ഞാൻ പറയായിരുന്നു. അവർ പറയുന്ന പാട്ട് എല്ലാം ഞാൻ പാടുമായിരുന്നു. പക്ഷെ ജീവിതത്തിൽ എനിക്ക് യേശുവില്ലായിരുന്നു. ഇന്ന് പകൽ യേശുവില്ലാതെ അപ്പനും അമ്മയും ഫോളോ ചെയ്യുന്ന യേശുവിനെ ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ കുഞ്ഞുങ്ങളോട് ഞാൻ പറയും, പേഴ്സണലി നിങ്ങൾ യേശുവിനെ അറിയാൻ ശ്രമിക്കട്ടെ. എല്ലാം നഷ്ടപ്പെട്ടവനായ തകർന്ന സ്ഥലത്തായ യേശുവിൻ്റെ സ്നേഹം, നിത്യമായ സ്നേഹം എന്നെ തേടി വന്നെങ്കിൽ ഇന്ന് പകൽ ചർച്ചിനോട് ഞാൻ പറയുക, ചിലരെ തേടി ആ യേശുവിന്റെ സ്നേഹം ഇന്ന് പകൽ വന്നെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അല്പനിമിഷം ആ കരങ്ങളേക്ക് ഒന്ന് തട്ടി, നാവുകളെ ഒന്ന് ചലിപ്പിച്ച് രഥനമന ശതനാദന റോമോനി അൽഖാനിയ ഷാരാധന റേമേനി ഹൽഖാനിയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര വിശ്വസിക്കുന്ന കർത്താവിന്റെ കൂടെ ഉണ്ടെന്ന് ഉറപ്പോടെ പറഞ്ഞ യേശു എൻ്റെ കൂടെ ഉണ്ടെന്ന് എത്ര വിശ്വസിക്കുന്നു? തിരുവചന പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, ഒരു നദിയുണ്ട്, അതിൻ്റെ തോടുകൾ
ദൈവനഗരത്തെ അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. അത് കഴിഞ്ഞിട്ട് എന്നെ ഏറ്റവും ബലപ്പെടുത്തിയ ഒരു വാക്ക് അതിനകത്തുണ്ട്. ദൈവം അതിൻ്റെ മധ്യമുണ്ട്, അത് കുലുങ്ങിപ്പോകയില്ല. ദൈവം അധികാലത്ത് തന്നെ അതിനെ സഹായിക്കും. ഇന്ന് പകൽ കുലുങ്ങുന്ന പ്രശ്നവുമായി തകർന്നു പോകുമെന്ന്, ഒന്നിനും കൊള്ളത്തില്ലെന്ന് ആരെങ്കിലും സ്വയമായി വിധി എഴുതി വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ ഞാൻ പറയാം, നിന്റെ മധ്യേ നിന്റെ യേശുണ്ട്. എന്നെ നോക്കി എൻ്റെ കുടുംബക്കാർ പറഞ്ഞു കൊള്ളത്തില്ലെന്ന്. എൻ്റെ കുടുംബക്കാർ പറഞ്ഞു ഇവനെ കൊണ്ട് കൊള്ളത്തില്ല, കഴിയത്തില്ല, കുടുംബത്തിൻ്റെ പേര് കളയാൻ ജനിച്ചവനെന്ന്. പലരും എന്നെ വിധി എഴുതി തള്ളിക്കളഞ്ഞു. എന്നാൽ ഞാൻ പറയാം, എൻ്റെ കൊച്ചുമക്കൾ പോലും, എൻ്റെ അനിയന്മാർ, എൻ്റെ ഒരു ഗാങ്ങിൽ എൻ്റെ അനിയന്മാർ പോലും പോകാത്ത രാജ്യങ്ങളിൽ പോയി കർത്താവിനെ ഉയർത്തുവാൻ ഭാഗ്യമൊരുക്കി. ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ യേശു അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയുള്ളവനല്ല. ഇന്ന് പകൽ യേശുവിനെ സത്യസന്ധമായി നിന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ നീ ഉയർത്തുവാൻ കഴിയുമെങ്കിൽ നിനക്ക് വേണ്ടി അവൻ പുതുവഴികൾ 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 തുറക്കുന്ന കർത്താവെന്ന് ഇന്ന് പകൽ വിശ്വസിക്കുന്ന ദൈവജനം അക്കാരങ്ങളേക്ക് ഒന്ന് തട്ടി നാവുകൾ ചലിപ്പിച്ച് ഞാൻ ആ വാക്യം ഒരിക്കൽ കൂടെ പറഞ്ഞു നമ്മൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാൻ പോകുക. ദൈവം അതിൻ്റെ മധ്യേ ഉണ്ട്, അത് കുലുങ്ങിപ്പോകയില്ല. ദൈവാധികാരത്ത് തന്നെ അതിനെ സഹായിക്കും. ഇന്ന് പകൽ സഹായത്തിന്റെ കരവുമായി യേശു കൂടെയുണ്ട്, ബലത്തിന്റെ കരവുമായി യേശു കൂടെയുണ്ട്. ഒരു പൊട്ടനായ, ഒന്നിനും കൊള്ളാത്ത, ആരാലും വെറുക്കപ്പെട്ട എന്നെ എൻ്റെ യേശുവിന് മാറ്റുവാൻ കഴിയുമെങ്കിൽ എന്നേക്കാൾ അധികമായി നിങ്ങൾ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവിന് മാറ്റുവാൻ കഴിയും. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ അക്കാരങ്ങളേക്ക് ഒന്ന് തട്ടി ശക്തിയോടെ വായ്കൾ തുറന്ന് അന്യഭാഷകളാൽ ചേർന്ന് ഇന്ന് പകൽ കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. ഇന്ന് പകൽ നിങ്ങൾ ആരാധിക്കുമ്പോൾ പറഞ്ഞ യേശുവേ അങ്ങയുടെ ശക്തിയാൽ എന്നെ നിറയ്ക്കണമെന്ന് ആത്മാവിൽ ചേർന്ന് എന്റെ കർത്താവേ, എന്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു അവരികൾ പറഞ്ഞു. എന്റെ കർത്താവേ, എന്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഭൂമിയിലുള്ള അവരെനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. ഭൂമിയിലുള്ള അവരെനിക്ക് വിശ്വസിച്ചിട്ടുണ്ട്. സർവമഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും യേശുവിന്. മഹത്വവും ജ്ഞാനവും ശക്തിയും ബലവുമൻ എൻ കാലുകളെ പാറമേ നിർത്തി എന്റെ മനത്തെ സുസ്ഥിരമാക്കി. എൻ കാലുകളെ പാറമേ നിർത്തി എന്റെ മനത്തെ ഭൂമിയൊരു എൻ ദൈവത്തിന് സ്തുതി പാടിയേ. ഭൂമിയൊരു എൻ ദൈവത്തിന് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സർവമഹത്വവും ജ്ഞാനവും ശക്തിയും ബലവുമൻ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവുമൻ. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തല്ലോ അവനെങ്കലേക്കും. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തല്ലോ അവനെങ്കലേക്കും. നാശകരമായ കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി. നാശകരമായ കുഴഞ്ഞ ചേറ്റിൽ വിശ്വസിച്ചുകൊണ്ട് ശബ്ദമുയർത്തി മഹത്വവും ജ്ഞാനവും ശക്തിയും ബലവും യേശു. മഹത്വവും ജ്ഞാനവും ശക്തിയും ബലവും കാലുകളെ പാറമേ നിർത്തി
എന്റെ മനത്തെ എന്താലുകളെ പാറമേ നിർത്തി എന്റെ മനത്തെ പുതിയൊരു എൻ ദൈവത്തിന് പുതിയൊരു എൻ ദൈവത്തിന് വിശ്വസിച്ചുകൊണ്ട് സർവമഹത്വവും ജ്ഞാനവും ശക്തിയും ബലവുമെന്നെ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവുമെൻ യേശുവിന് മഹത്വവും ജ്ഞാനവും ശക്തിയും ബലവുമെൻ ഹല്ലേലൂയ 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 മഹത്വവും ജ്ഞാനവും ശക്തിയും യേശുവിന് മഹത്വവും ജ്ഞാനവും ശക്തിയും ബലവുമെൻ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവുമെൻ ആർപ്പോടു നിന്നെ ഘോഷിക്കും ഈ സിയോൻ യാത്രയിൽ മുമ്പോട്ടു തന്നെ ഓടുന്നു എൻ തിരു ആർപ്പോടു നിന്നെ ഈ സിയോൻ യാത്രയിൽ മുൻപോട്ടു ഓടുന്നു എൻ തിരുനായി ലഭിക്കും നിശ്ചയം എൻ വിരുദ്ധനിക്ക് ശത്രുക്കൾ ആരുമേ പ്രാപിക്കും അന്നു ഞാൻ രാജൻ കൈ ദൂതന്മാർ ലഭിക്കും നിശ്ചയം എൻ വിരുദ്ധനിക്ക് ശത്രുക്കൾ ആരുമേ പ്രാപിക്കും അന്നു ഞാൻ രാജൻ കൈ ദൂതന്മാർ എൻ ഭാഗ്യകാലം ഓർക്കുമ്പോൾ എന്നുള്ളം തുള്ളുന്നേ ഈ ലോകസുഖം തള്ളി ഞാൻ അഭാഗ്യം പാടിയേ എൻ ഭാഗ്യം ഓർക്കുമ്പോൾ എന്നുള്ളം ഈ ലോകസുഖം തള്ളി ഞാൻ അഭാഗ്യം കണ്ടപ്പോ നിത്യമാം ഞാൻ ഫലമായി വാഴുവേ കോടി കോടി നിത്യമാം സന്തോഷം ഞാൻ പാടിടും രാജമോഹം കണ്ടു എന്നും ഞാൻ ഘോഷിച്ചു രക്തത്തിൻ ഫലമായി വാഴുവേ കോടി കോടി കുഞ്ഞാട്ടി തീരും തഞ്ചാങ്കിലെ ശവനാഥനെ കുഞ്ഞാട്ടി തീരും ശവനാഥന ഹേരവ ചുടനാഥന തഞ്ചാങ്കിലെ ശുദ്ധരക്തത്താൽ ജയം മഹത്വം രക്ഷക സ്തുതി നീരക്കെന്നും ചേറ്റിൽ നിന്നെ നീ വീണ്ടു സ്ഥിര സ്തുതിക്കും ആയുസ്സിൻ നാളെല്ലാം സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം പടമാക്കിരുന്നേ അഗ്നി എന്നെ ദഹിപ്പിക്കില്ല നദി എന്നെ കവിയുകില്ല അഗ്നിയതിൽ നാലാമത്താൽ അടിമേൽ നടകൊണ്ടു പാടിയേ അഗ്നി എന്നെ ദഹിപ്പിക്കില്ല നദി എന്നെ കവിയുകില്ല അഗ്നിയതിൽ നാലാമത്താൽ ഉറപ്പോടെ പറഞ്ഞു ജയത്തിന്റെ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താനവർക്കെന്നുമേ മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താനവർക്കെന്നുമേ ശക്തനായ രാജാക്കണ
ശങ്ക വേണ്ട, ഭീതി വേണ്ട, ശക്തൻ നായകത്താ, ശക്തനായ ശക്തരായ രാജാക്കളാ സിയോനിൽ പോകുമെന്ന. ശങ്ക വേണ്ട, ഭീതി വേണ്ട, ശക്തൻ നായകൻ. ഓഹോ ജയത്തിൻ ഉല്ലാസഘോഷം ഭക്തരി കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താനവർക്കെന്നുമേ. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം ചേർന്ന് പാടാമോ? പാതാളമേ പാതാളമേ മരണമേ ഇന്നൂടെ വിശ്വസിക്കുന്ന വാക്കുകൾ പറഞ്ഞ് ഓട്ടത്തിൽ ഭക്തർക്ക് സംഹാരകൻ കടന്നു. പാതാളമേ പാതാളമേ മരണമേ നിന്നൂടെ ജയമെവിടെ. കുഞ്ഞാട്ടിണം ഓട്ടത്തിൽ ഭക്തർക്ക് സംഹാരകൻ. ഓഹോ ജയത്തിൽ മഹത്വരാജനായി അഭയത്താനവർക്കെന്നുമേ. ഓ മഹത്വരാജനായി അഭയത്താനവർക്കെന്നുമേ. ഓ മഹത്വരാജനായി. കരങ്ങൾ തട്ടി ഇന്ന് പകരം ഭാഷകളിൽ തുറന്ന് വായികൾ തുറന്ന് അധികാരത്തോടുകൂടെ ആത്മാവിന്റെ ശക്തിയോടെ അപ്പുറകറ്റമുള്ള ദൈവശക്തിയെ ഇന്ന് പകൽ ശരീരത്തിനകത്ത് അനുഭവിക്കുന്നവർ ഇന്ന് പകൽ ആത്മാവിൽ പ്രതികരിച്ചു തുടങ്ങിയാട്ടെ. ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ ഇന്നലെ വരെ കണ്ടിട്ടില്ലാത്ത ചില പുതുവഴികൾ, ചില നന്മകൾ, ചില വിടുതലുകൾ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിൽ ചെയ്യുന്ന പകലെന്ന് വിശ്വസിക്കുന്നവർ വായികൾ തുറന്ന് ആരാധിക്കുമ്പോൾ കിലോമീറ്ററുകൾക്കപ്പുറമായി നിന്റെ കുടുംബത്തിൽ ചില ദൈവിക സ്ഫോടനങ്ങൾ ഇന്ന് പകൽ സംഭവിക്കട്ടെ. ചില രോഗ സൗഖ്യങ്ങൾ ഇന്ന് പകൽ നിന്റെ കുടുംബത്തിനകത്ത് ചെയ്യട്ടെ. ചില കടഭാരങ്ങൾ ഇന്ന് പകൽ നീമാറട്ടെ. രഥന ശതന ഉടമനാധികാരമേ യേശുവേ ചില മദ്യപാനത്തിന്റെ സ്പിരിറ്റുകൾ, ചില ആത്മഹത്യ സ്പിരിറ്റുകൾ ഇന്ന് മാറട്ടെ. കുടുംബങ്ങളിൽ നിന്ന് വേഷത്തിൽ നിന്ന് ഇന്ന് പകൽ നീങ്ങി മാറട്ടെ. ഇന്ന് പകൽ ആരാധന ശക്തി ഉയരട്ടെ. ആത്മമണ്ഡലങ്ങളിൽ അധികാരത്തോടുകൂടെ പോരാടുന്ന ജനം ഇന്ന് പകൽ എഴുന്നേൽക്കട്ടെ. പൈശാചിക മണ്ഡലങ്ങൾ വഴിമാറട്ടെ. ഇരുളിന്റെ ശക്തികൾ വഴിമാറട്ടെ. ഇന്ന് പകൽ, ഇന്ന് രാത്രി പകൽ നിന്റെ ജീവിതത്തിൽ വെളിച്ചം വീശുന്ന പകലാകട്ടെ. ശമനാധന
വേദനയ ശോധനയ നിന്നുള്ളം തളരുന്നുവോ? സാധ്യതകൾ ഒന്നുമില്ലെന്നോർത്തു നീറുന്നുവോ? ശോധനയ വേദനയ നിന്നുള്ളം തളരുന്നുവോ? സാധ്യതകൾ ഒന്നുമില്ലെന്നോർത്തു നീറുന്നുവോ? സാരമില്ല, യേശു കൂടെയുണ്ട്. ആദി വേണ്ട, താതൻ കൈവിടില്ല. സാരമില്ല, യേശു കൂടെയുണ്ട്. ആദി വേണ്ട, താതൻ കൈവിടില്ല. ദീർഘവർഷങ്ങൾക്ക് മുമ്പ് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന ഒരു അഭിഷക്തനും കുടുംബവും പല വേദികളിൽ എന്നെ പറയാൻ നിർബന്ധത്തിനാക്കിയ ഈ അനുഭവ കഥ ഞാൻ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ജീവിതത്തെയെങ്കിലും ഈ അനുഭവം തൊടട്ടെ എന്ന്. കർത്താവിന് വേണ്ടി ശരിക്കും കഷ്ടതയും വേദനയും അനുഭവിച്ച ശുശ്രൂഷയിൽ വിശ്വസ്തരായി ഇന്നും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന ഒരു അഭിഷക്തനും കുടുംബവും. ആ കുടുംബം പാസനേജിലായിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആ സഭയിലെ ഒരു വിശ്വാസ കുടുംബം ഒരു പ്രാർത്ഥന റിക്വസ്റ്റുമായിട്ട് വന്ന് ആ പ്രിയ പിതാവിൻ്റെ മുമ്പിൽ ആ പ്രാർത്ഥന വിഷയം പറഞ്ഞു. ഒരു പ്രാർത്ഥന വിഷയം പറയുമ്പോൾ അന്ന് അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയല്ല, കിലോമീറ്ററുകൾ യാത്ര ചെയ്യണം. ചിലപ്പോൾ മലയായിരിക്കാം, വലിയ കുന്നുകളായിരിക്കാം, ചിലപ്പോൾ തോടുകളായിരിക്കാം. നീന്തിക്കടന്ന് കിലോമീറ്ററുകൾ നടന്ന ഉപദേശിമാർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഇന്നത്തെ പോലെ ഒരു പ്രാർത്ഥന വിഷയം പറയുമ്പോൾ വാട്സപ്പോ ഫേസ്ബുക്കൊന്നും ഇല്ലായിരുന്നു. സെക്കൻഡുകൾക്കകത്ത് പ്രാർത്ഥിക്കാൻ കിലോമീറ്ററുകൾ നടക്കണം. അന്ന് ദേവദാസന് 1 വയസ്സിനകത്ത് പ്രായമുള്ളൊരു കുഞ്ഞും മറ്റൊരു കുഞ്ഞിനെ ആ പ്രിയ മാതാവ് ഉദരത്തിൽ വഹിക്കുന്ന ഒരു സമയം. പെട്ടെന്ന് ഈ വിഷയമെന്ന് പറഞ്ഞപ്പോൾ പോകാതിരിക്കാൻ തരമില്ല. അവർ ആ വിശ്വാസ കുടുംബത്തിൻ്റെ കൂടെ യാത്ര ചെയ്തു. വലിയ കുന്നുകളും താഴ്ചകളുമുള്ള വഴികൾ ചവിട്ടിയിറങ്ങി. ആ പ്രിയ മാതാവ് ചില ദിവസങ്ങളായി നല്ല ഭക്ഷണം കഴിച്ചിട്ട് ശുശ്രൂഷ മുഖത്ത് ബൈബിൾ പറയുന്നുണ്ട്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്ക് കഷ്ടതയൊക്കെ വരുന്നേ, പക്ഷെ അതിനകത്തും ജീവൻ നൽകുന്ന ഒരു ജീവന്റെ തുടിപ്പുണ്ടാകും. പ്രിയ മാതാവ് ആ കുഞ്ഞിനെയും വഹിച്ച് നടക്കാൻ കഴിയത്തില്ല, കാലുകൾ ഇടറുന്നുണ്ട്. എങ്കിലും വിശ്വാസ കുടുംബത്തിന് വേണ്ടി ആത്മാർത്ഥമായി നിന്ന് ഒരു സമയത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കാൻ തരവില്ല. യാത്ര ചെയ്തു. പെട്ടെന്നൊരു സ്റ്റെപ്പ് ചവിട്ടുവാൻ കഴിയാതെ വണ്ണം, കയറാൻ കഴിയാതെ വണ്ണം, ഞാൻ പറഞ്ഞ ദീർഘദിവസങ്ങളായി നല്ല ഭക്ഷണം കഴിച്ചിട്ട് പെട്ടെന്ന് കാല് തെന്നി വീണു. വയറ് ശക്തമായി നിലത്തിടിച്ചു. സഹിക്കാൻ കഴിയുന്നതിനപ്പുറമായിട്ട് വേദന അനുഭവിച്ച പ്രിയ മാതാവ് നിലവിളിച്ച് കാണും, വാവിട്ട് കരഞ്ഞു കാണും. ഒരു കുഞ്ഞകത്ത് രൂപം കണ്ടു കഴിയുമ്പോൾ പലവിധമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള ക്ഷീണങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരാണ് നമ്മുടെ അമ്മമാരെല്ലാം. പ്രിയ മാതാവ് വേദനിച്ചു. പെട്ടെന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. വയറ് സ്കാനിങ് ചെയ്തു. മുഷിഞ്ഞ ക്ഷീണിതനായി എന്ത് സംഭവിക്കും, എന്താണ് ഇനി നടക്കാൻ പോകുന്നത്, യാതൊരു പ്രതീക്ഷയില്ലാതെ പ്രിയ പിതാവ് അപ്പുറത്ത് മാറി നിൽക്കുകയാണ്. സ്കാനിങ് ചെയ്ത സ്കാനിങ് റിപ്പോർട്ടുമായിട്ട് ആ പ്രിയ ഡോക്ടർ ആ പിതാവിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ആ വീഴ്ചയിൽ, ആ മാതാവ് വീണ വീഴ്ചയിൽ കുഞ്ഞിൻ്റെ കാല് വളഞ്ഞുപോയി. നിങ്ങൾ കഷ്ടതയിലും പട്ടിണിയിലും പ്രയാസത്തിലും ജീവിക്കുന്നവരല്ലേ, ഒരു ഞൊണ്ടിയെ ജനിപ്പിച്ചിടണോ അല്ലെങ്കിൽ ഒരു അംഗവയിലുള്ള കുഞ്ഞിനെ ജനിപ്പിച്ചിട്ട് വളർത്തണോ എന്നൊരു ചോദ്യം ഉയർന്നു വന്നു. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ, ദൈവത്തെ ആഴമായി സ്നേഹിക്കുന്ന മനുഷ്യൻ പറഞ്ഞു, ആ കുഞ്ഞ് ഞൊണ്ടിയാണേലും അംഗവയിലുള്ളതാണേലും പെണ്ണാണേലും ആണാണേലും യേശുവിന് അതിനെ കൊണ്ടൊരു ആവശ്യമുണ്ട്. ഇന്ന് പകൽ അഭിമാനത്തോടുകൂടെ ഞാൻ പറയാം, ലോകക്കാരും സാഹചര്യങ്ങൾ നോക്കി നിന്ന് ഒരു ഞൊണ്ടി ജനിച്ചു വീഴുമെന്ന്. എന്നാൽ ഇന്ന് പകൽ നിങ്ങളുടെ മുമ്പിൽ 2 കാലുകൾക്കും ബലമുള്ളവനായി എൻ്റെ യേശുവിന് നിങ്ങളുടെ മുമ്പിൽ നിർത്തുവാൻ കഴിയുമെങ്കിൽ ഞാൻ പിന്നെയും പിന്നെയും ഉറപ്പ് നൽകുകയാ, യേശുവിനെ കൊണ്ട് കഴിയാത്തതായിട്ടൊന്നുമില്ല.
അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന യേശു നമ്മുടെ കൂടെ ഉണ്ട്. ഞാൻ ഈ സഭയോട് ദൂത് പറയുക, ചില ജ്ഞാനികളെ ലജ്ജിപ്പാൻ ചില മോശത്തമായതിനെ പരിശുദ്ധാത്മ പുറത്തെടുക്കുന്ന ദിവസങ്ങളാണ്. ഒരുവനെ കുറിച്ച് പരിശുദ്ധാത്മാവിന് കർത്താവിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ അവൻ ഉലകം ചുറ്റിയാലും അവനെ മടക്കിക്കൊണ്ടിരുന്നൊരു ദൈവശക്തി. കരങ്ങളെ തട്ടി കർത്താവിന് നന്ദി പറഞ്ഞേ, കരങ്ങളെ തട്ടി. ഇതുപോലെ കരങ്ങളെല്ലാം ഉയർത്തി പിടിച്ചാട്ടെ, കരങ്ങളെല്ലാം ഉയർത്തി. പരിശുദ്ധാത്മാവോട് പറഞ്ഞേ, യേശുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ നിരാശകളെല്ലാം വന്നിട്ടുണ്ട്, പലവിധമായ പ്രയാസങ്ങളെല്ലാം കടന്നു വന്നിട്ടുണ്ട്. ഇനിയുള്ള യാത്രയിൽ പിറുപിറുക്കാതെ യേശുവിനെ സ്നേഹിക്കുന്ന ഒരു മനസ്സ് ഞങ്ങൾക്ക് തരണം. ഞങ്ങൾ ക്ഷീണിതരാണ്, പലപ്പോഴും ഞങ്ങൾ തളർന്നു പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോഴെല്ലാം യേശു എന്ന് വിളിക്കാനുള്ളൊരു വലിയ മനസ്സ് ഇന്ന് പകൽ പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് വേണമെന്ന് പറയാൻ ആഗ്രഹിക്കുന്നവർ, കഴിയുന്നവരെല്ലാം ആ കരങ്ങളെന്നെല്ലാം ഉയർത്തി, കരങ്ങളെല്ലാം ഉയർത്തി. അഴൈത്തവരേ അഴൈത്തവരേ എന്നോഴിയത്തിൻ ആധാരമേ. ഞാൻ ഈ വരികൾ പാടുന്നതിന് മുമ്പ് ബീച്ചാനിവിടെ ഉണ്ടോ, ബീച്ചാനോട് ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. ബീച്ചാനോട് ഉണ്ടോ? എൻ്റെ ലൈഫിൽ എന്നെ ആദ്യമായിട്ട് എന്നോട് ദൂത് പറയുന്ന ഒരു മനുഷ്യൻ ബീച്ചാനാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഞാൻ ഈ ചർച്ചയിൽ അത് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ് ദൂത് പറഞ്ഞു വെച്ചാൽ നിങ്ങൾ പോലും ചിലപ്പോൾ ഞെട്ടിപ്പോയി. ഞാനും ബീച്ചാനായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇപ്പോഴത്തെ വയസ്സിനേക്കാൾ 3 വയസ്സ് താഴെ മുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 28 വർഷമായിട്ട് എനിക്ക് ബീച്ചാനുമായിട്ട് പരിചയമുണ്ട്. എൻ്റെ പപ്പയുമായിട്ട് വലിയ ബന്ധമുള്ളൊരു മനുഷ്യനാണ്. 3 വയസ്സ് പ്രായമുള്ള സമയത്ത് എന്നെ എടുത്തിട്ട് പറഞ്ഞൊരു ദൂതാണ്, നീ ഒരു പാട്ടുകാരനായി മാറും, അനേക രാജ്യങ്ങളിൽ നീ സഞ്ചരിക്കുമെന്ന്. കർത്താവിൻ്റെ വാക്കുകൾക്ക് പള്ളിക്കോ പുള്ളിക്കോ ഒരു വ്യത്യാസം ഉണ്ടാകത്തില്ല. ബീച്ചാന് ഞങ്ങളുടെ ജീവിതമായിട്ട് ഭയങ്കര, എൻ്റെ ശുശ്രൂഷയുമായിട്ട്, ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതമായിട്ട് ഭയങ്കരമായിട്ട് ബന്ധമുള്ളൊരു ദൈവദാസനാണ്. എൻ്റെ പപ്പ ശുശ്രൂഷയിലായിരിക്കുന്ന സമയത്ത് ടീം പ്രവർത്തനമായിട്ടാണ് ബീച്ചാനും നമ്മുടെ ജെയ്സൺ പാസ്റ്ററൊക്കെ വരുന്നത്. അന്ന് അവരുടെ ശുശ്രൂഷകളൊക്കെ കുഞ്ഞുനാൾ മുതൽ അനുഭവിപ്പാനും ഒത്തിരി കഷ്ടപ്പെട്ടു. ദൈവദാസനെയൊക്കെ മലകൾ കയറി ഇറങ്ങി മതമ്പേല് വനത്തിലൂടെയൊക്കെ നടന്ന് ബീച്ചാനൊക്കെ ട്രാക്ട് കൊടുത്ത് സുവിശേഷം പറഞ്ഞ സമയം ഇന്നും എനിക്ക് ചെറുതായിട്ടൊക്കെ ഓർക്കാൻ കഴിയുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ദൈവത്തിന് വേണ്ടി ആര് വിശ്വസ്തരായി നിൽക്കുന്നുവോ അവരെ ദൈവം ഒരിക്കലും കൈവിടത്തില്ല. ഇന്ന് പകൽ നിങ്ങൾ ഒത്തിരി പ്രവചനം കേട്ടവരല്ലേ, ഒത്തിരി ദൂതുകൾ പല ദൈവദാസന്മാരിൽ കൂടെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇന്ന് പകൽ നഷ്ടമായി പോകാതെ, നഷ്ടമായി പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രവർത്തികൾ കൊണ്ട് നഷ്ടമായി പോയിട്ടുണ്ടെങ്കിൽ ദൂതുകൾക്കൊന്നും മാറ്റമില്ല പ്രിയരെ, വചനത്തിനൊന്നും മാറ്റമില്ല. ഇന്ന് പകൽ ആ ദൂതിലേക്ക് എന്നെ കാൽ പിടിച്ച് ചവിട്ടണമെന്നവർക്ക് ആഗ്രഹിക്കുന്നുണ്ട്. അവസാനമായി കരങ്ങളെല്ലാം ഉയർത്തി, കരങ്ങൾ ഉയർത്തി, കരങ്ങൾ ഉയർത്തി. എൻ്റെ ദൈവമേ, നീയല്ലാതില്ലാരും എന്നേശു മാത്രം മതി എനിക്കേതു നേരത്തും എൻ രക്ഷക എൻ ദൈവമേ, നീയല്ലാതില്ലാരും എൻ യേശു മാത്രം മതി എനിക്കേതു നേരത്തും വൻഭാരങ്ങൾ പ്രയാസം നേരിടും നേര പാടിയ വൻഭാരങ്ങൾ പ്രയാസം ഏറിടും
ആ സമയങ്ങളിൽ യേശുവിനെ മാത്രം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ രക്ഷകനായ ദൈവമേ, നീ അല്ലാതില്ലാരും എൻ യേശു മാത്രം മതി. എൻ ക്ഷീണിത രോഗത്തിൽ, എൻ ക്ഷീണിത രോഗത്തിലും നീ മാത്രം എൻ വൈദ്യൻ. എൻ ക്ഷീണിത രോഗത്തിലും നീ മാത്രം എൻ വൈദ്യൻ. മറ്റാരെയും ഞാൻ കാണുന്നില്ല രോഗശാന്തിയാ. നിൻ മാർവിടം എന്നാശ്രയം, എൻ്റെ യേശു കർത്താവ്. കരങ്ങൾ ഉയർത്തി, എൻ രക്ഷക, എൻ രക്ഷകനായ എൻ ദൈവമേ, നീ எத்தனை தேவை என்னை சூழ நின்றாலும் உம்மை பார்க்கின்றேன். எத்தனை நிந்தைகள், எத்தனை தேவை என்னை சூழ நின்றாலும் உம்மை பார்க்கின்றேன். உத்தம ஊழியன் என்று நீ சொல்லிட, ஒரு வார்த்தை கேட்டிட உண்மையா ஓடுகிறேன். அழைத்தவரே, ஓ என்னோழியத்தின் ஆதாரமே, அழைத்தவரே, എന്നോഴിയ. ഓ അവസാനമായി കരങ്ങൾ ഉയർത്തിപ്പിടിച്ച ആരാധന. ഓ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ. യേശുവിനെ യേശുവേ, ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ മണിക്കൂറുകളുടെ പാദപീഠത്തിലായിരിക്കുവാൻ കർത്താവ് ഒരുക്കിയ നല്ല ഭാഗ്യത്തിനായി നന്ദി. ഞാൻ എൻ്റെ അപ്പൻ ഉയർത്തിയ യേശുവിനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉയർത്താൻ ശ്രമിച്ചപ്പോൾ ഒത്തിരി നിരാശയുടെ വാക്കുകൾ വന്നു, കളിയാക്കലുകളും ഒറ്റപ്പെടലൊക്കെ വന്നു. പലരോട് ചോദിച്ചു, അപ്പൻ അനുഭവിച്ച പോലെ കഷ്ടം നീ അനുഭവിക്കും, പട്ടിണി കിടക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. നേരത്തെ പറഞ്ഞു ഒന്നും സമ്പാദ്യമായ ലോകത്തിലില്ല. പക്ഷേ ഇന്ന് ഈ വേദി നിൽക്കുമ്പോൾ
അഭിമാനത്തോടു കൂടെ പറയും പറ്റും. 70 പരം നശിച്ചു പോയ യൗവനക്കാരെ ക്രിസ്തുവിന് വേണ്ടി ചേർത്ത് പിടിക്കുവാൻ കഴിഞ്ഞു. എന്നെപ്പോലെ നശിച്ചു പോയ കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമയായ ആരാലും വെറുക്കപ്പെട്ട ഒത്തിരി യൗവനക്കാരെ ക്രിസ്തുവിനോടുകൂടെ ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞു. ഇന്ന് പകൽ നിങ്ങൾക്കെല്ലാം ഉണ്ടായിരിക്കാം. ഈ അവസാന വാക്കുകൾ ഞാൻ പറയും, നിങ്ങൾ വിലപ്പെട്ടതായി നിങ്ങൾ കേൾക്കുക. ജോലിയേക്കാൾ, എന്തിനേക്കാളും, മറ്റെന്തിനേക്കാളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ യേശു ആയിരിക്കട്ടെ മുഖ്യം. പണം വരും, സമ്പാദ്യം വരും, ശ്രേഷ്ഠത വരും, മഹിമകൾ വരുമായിരിക്കാം. അതെല്ലാം അവിടെ കിടക്കുമ്പോഴും അതിനേക്കാൾ അപ്പുറമായിട്ട് യേശുവിനെ സ്നേഹിക്കാനൊരു മനസ്സ്. എനിക്ക് ഭാര്യ, ഒരു കുഞ്ഞുണ്ട്. എൻ്റെ കുഞ്ഞിനെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. കാരണം പലരും പറഞ്ഞു നിനക്ക് കുഞ്ഞൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. ദൈവം എനിക്ക് നല്ലൊരു ആൺതലമുറയെ തന്നു. അവന് 3 വയസ്സ് പ്രായമാകാൻ പോകുന്നു. പലപ്പോഴും ഞാൻ അവനടുത്ത് വിളിച്ച് കിടക്കുമ്പോൾ, അവനെ സ്നേഹിക്കുമ്പോഴൊക്കെ ഞാൻ അറിയാതെ എൻ്റെ ഉള്ളിൽ പറയും, യേശുവേ, അങ്ങേക്കാൾ കൂടുതലായിട്ട് എനിക്ക് എൻ്റെ മോനെ സ്നേഹിക്കാൻ ഇടവരരുത്. ഇന്ന് പകൽ നിങ്ങൾക്ക് യേശുവിനെ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പറ, ഭയപറ, അതിനോട് ഭയപറ. യേശുവിനെ മാത്രം സ്നേഹിക്കാൻ ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാകട്ടെ. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഇന്ന് പകൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ അടുക്കൽ വരുന്നു. അങ്ങയുടെ സ്നേഹത്തിനായി, അങ്ങയുടെ ആഴമേറിയ കരസ്പർശത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഈ സഭയെ അങ്ങ് കണ്ടതിനായി, ഈ സഭയിലെ വിശ്വാസ മക്കളെ അങ്ങ് കണ്ടതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഇതിൻ്റെ നെയിം ഡെലിവറൻസ് ചർച്ച ഇന്ന് പകൽ അത്ഭുതമായിട്ടുള്ള അത്ഭുത പ്രവൃത്തികൾ, ഡെലിവറൻസുകൾ, വീര്യ പ്രവൃത്തികൾ ഇന്ന് പകൽ ഈ സഭയിൽ ഇനിയുള്ള ദിവസങ്ങളിൽ, വരും വർഷങ്ങളിൽ നടക്കട്ടെ. ഞങ്ങളതിനങ്ങനെ ആമേൻ പറയുന്നു. കർത്താവ്, ഒരുമിച്ച് അങ്ങ് ഉയർത്തുവാൻ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ ഭാഗ്യ പദവികൾക്കും ഞാൻ നന്ദി പറയുന്നു. കർത്താവെ, അസൂയയില്ലാതെ ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ ഈ സഭയെ, ദൈവദാസനെ, കുടുംബത്തെ, ദൈവമക്കളെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നത്. കർത്താവെ, ഇവർ അനുഗ്രഹമായി മാറട്ടെ, ഇവർ അത്ഭുതമായി മാറട്ടെ. ഇവരുടെ ദേശത്തിൽ, കുടുംബത്തിൽ ഇവർ അത്ഭുതമായി 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 പരിശുദ്ധാത്മാവെ മാറ്റട്ടെ. അവരുടെ കുഞ്ഞുങ്ങളെ, അവരുടെ ഭർത്താക്കന്മാരെ എല്ലാവരെയും ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു അവരെ കണ്ടതിനായി, അറിഞ്ഞതിനായി, തൊട്ടതിനായി നന്ദി. എല്ലാ സ്നേഹത്തിനും ആദരവുകൾക്ക് നന്ദി. യേശുവിൻ ധന്യമുള്ള നാമത്തിൽ പിതാവേ, ആമേൻ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ